അപ്പോൾ കോഴിക്കോട്ടിൻ്റെയും വയനാട്ടിൻ്റെയും നാം പറഞ്ഞ പോലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് ലിസ്റ്റുകളെല്ലാം വരുന്നത് കേട്ടോ. അപ്പോൾ ഈ മാസം ലാസ്റ്റോടുകൂടി എല്ലാ ജില്ലയുടെയും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ അടുത്ത മാസം തന്നെ വേരിഫിക്കേഷൻ ഉണ്ടാവും. അതാണ് ഇപ്പം പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഴിക്കോട്ടിൻ്റെയും വയനാടിൻ്റെയും കട്ട് ഓഫ് നോക്കാം കേട്ടോ. നിലവിൽ കോഴിക്കോട്ടിൻ്റെ കട്ട് ഓഫ് 73 കോഴിക്കോട് 73. നമ്മൾ പറഞ്ഞ മാർക്ക് കറക്റ്റായിരുന്നു. 73 കോഴിക്കോട്ടിൻ്റെ കട്ട് ഓഫ്. അപ്പോൾ ഇതാണ് കോഴിക്കോട്ടിൻ്റെ ഷോർട്ട് ലിസ്റ്റ്. നമുക്ക് നോക്കാം മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിലും ടോട്ടൽ എത്ര പേരുണ്ടെന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് കഴിഞ്ഞ ലിസ്റ്റിൻ്റെയും നോക്കാം. അപ്പം ഇതിൽ മെയിൻ ലിസ്റ്റിൽ 690 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 725, DAയിൽ 28, ടോട്ടലി 1443. കഴിഞ്ഞ തവണ കോഴിക്കോട് മെയിൻ ലിസ്റ്റിൽ 799 പേരുടെ ലിസ്റ്റായിരുന്നു. അപ്പം ഇത് 690 പേരുടെയാണ്. അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കുറച്ച് ആൾക്കാരെ കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അടുത്തത് വയനാടാണ്. വയനാട് കട്ട് ഓഫ് 68. അപ്പോൾ അതിൻ്റെ PDF നോക്കാം. അപ്പോൾ ഇത് വയനാടിൻ്റെ ലിസ്റ്റാണ്. വയനാട്ടിൽ എത്ര പേരുടെ ലിസ്റ്റാണെന്ന് നോക്കാം. വയനാട് 344 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 364, DA 20, ടോട്ടലി 728 പേരുടെ ലിസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ തവണ വയനാട്ടിൽ മെയിൻ ലിസ്റ്റിൽ 277 പേരായിരുന്നു. അപ്പോൾ അതിനേക്കാളും കുറച്ചധികം ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ. ഇപ്പം നിലവിൽ 344, കഴിഞ്ഞ ലിസ്റ്റിൽ 277. ഇപ്പം കട്ട് ഓഫ് വയനാട് 68. അപ്പോൾ കോഴിക്കോട് ജില്ലയിലും അതുപോലെ വയനാട് ജില്ലയിലും ഇതുപോലെ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഇതെങ്ങനെ നോക്കണമെന്ന് കാണിച്ചു തരാം. ഇത് കണ്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ മൈ റിസൾട്ട് പറഞ്ഞതിൽ ഇതുപോലൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ന്യൂ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് മെയിൻ ലിസ്റ്റിലാണോ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ എന്നൊക്കെ അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇന്ന് 3 ജില്ലകളുടെയാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത്. കാസർഗോഡ്, കോഴിക്കോട്, വയനാട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകളുടെയും കൂടി ലിസ്റ്റ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വേരിഫിക്കേഷന് ഡേറ്റൊക്കെ നിങ്ങൾക്ക് 15 ദിവസം മുന്നേ അഥവാ ഇന്നാണ് ഷോർട്ട് ലിസ്റ്റ് വന്നത്. ഈ ഷോർട്ട് ലിസ്റ്റ് വന്ന് 15 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേരിഫിക്കേഷന് വിളിക്കുന്നത്. വേരിഫിക്കേഷന് വിളിക്കുമ്പോൾ നമുക്ക് പ്രൊഫൈൽ മെസ്സേജും വരും, ടെക്സ്റ്റ് മെസ്സേജും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പലർക്കും പല ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ ഇപ്പോൾ അറിയും എന്നൊക്കെ. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജായിട്ടും വരുന്നുണ്ട്, പ്രൊഫൈൽ മെസ്സേജായിട്ടും നിങ്ങൾക്ക് വരുന്നുണ്ട് മെസ്സേജ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. അപ്പോൾ ഡേറ്റ് അറിയാൻ കഴിയും. ബാച്ച് നമ്പർ ഉണ്ടാകും. എന്നാണോ ഡേറ്റ് അന്നത്തെ ഡേറ്റ് സമയമൊക്കെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാകും. ആ സമയത്തിൽ തന്നെ നമ്മൾ അവിടെ എത്താനായിട്ട് ശ്രമിക്കണേ. അപ്പം ഡോക്യുമെൻറ്റ്സൊക്കെ കയ്യിൽ ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കണേ. നമ്മൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്തോ ആ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ തന്നെ കയ്യിൽ വെക്കണം. പിന്നെ സെൽഫ് ഡിക്ലറേഷനിൽ സൈനിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് മാറ്റാൻ കഴിയും. അപ്പോൾ അതിൻ്റെ PDF നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അതിൻ്റെ താഴെ തന്നെ ഉണ്ടാകും സെൽഫ് ഡിക്ലറേഷൻ. അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതിൽ നമുക്ക് സൈനൊക്കെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് PDF വേണമെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താൽ എൻ്റെ കയ്യിലുണ്ട്, PDF എല്ലാം അയച്ചു തരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്